ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് ഫ്യൂച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭാവിയിൽ, അതായത് വരാൻ പോകുന്ന ആ ഒരു ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് നല്ല കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് രണ്ട് രൂപങ്ങളുള്ളത് പോലെ പുറമേ നിങ്ങൾ എത്ര തന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഷോ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാരുടെ മുന്നിൽ ഉള്ളിൽ നിങ്ങൾ അത്രമാത്രം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ റീഡിങ്ങിലും ഇതേ സെയിം എനർജിയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട്, എന്തൊക്കെയോ ദുഃഖങ്ങൾ നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ട് പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ അങ്ങനൊരു അവസ്ഥ വന്നൊക്കെയാണ്. ഒരു ഡിസിഷൻ എടുക്കേണ്ട ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ, ഏത് ഡിസിഷൻ എടുക്കും, അങ്ങനൊരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, എന്തോ ഒരു ദുഃഖം, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യണം, ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പോയിന്റിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അങ്ങനൊരു പോയിന്റിൽ നിങ്ങൾ എന്താണോ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നത്, അതൊരിക്കലും തെറ്റായി മാറാൻ പാടില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ നിങ്ങൾ വിജയിച്ചേ പറ്റൂ. നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന തീരുമാനം പോസിറ്റീവായിട്ട് മാറണമെന്നാണ്. ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ഔട്ട്കമ്മായിട്ട് കിട്ടുന്നത് പോസിറ്റിവിറ്റി ആയിരിക്കണം. ഒരു തുള്ളി പോലും നെഗറ്റിവിറ്റി ലഭിക്കാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ആക്ഷനിൽ നിങ്ങൾക്ക് വിക്ടറി വേണം. ആ ഒരു കാര്യം റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത്. ഇവിടെ നിങ്ങൾ തിടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ആക്ഷനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ആക്ഷൻ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മെച്യൂരിറ്റി വരുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ടായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺഫ്യൂഷൻ വെറുതെ നിങ്ങളെ നിങ്ങളുടെ എനർജി ലോ ആക്കാൻ വേണ്ടിയാണ്. അത് കണ്ട് നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾക്ക് വിക്ടറി ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും മുന്നോട്ടുള്ള ലൈഫിൽ. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ശരിയായിട്ട് തന്നെ പോകും. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ ദൂരെ പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് നഷ്ടം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇനി നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നതെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. കരിയറിൽ ഒരു സക്സസ് കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ ലൈഫിലെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊരാളുടെ കൺട്രോളിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല. അതായത് എൻ്റെ ലൈഫിലെ എല്ലാ ഡിസിഷനും എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കണം. എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണം. അങ്ങനൊരു ഇതിൽ എനിക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണോ എൻ്റേത് അതിനെ ആർക്കും എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കാതെയും വരണം. ഇവിടെ നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങൾ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരായി മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി എപ്പോഴാണോ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അവസ്ഥ വളരെ മോശമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോഴാണ് ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്, എൻ്റെ ലൈഫിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെങ്കിൽ എനിക്ക് കരിയറിൽ ഒരു സക്സസ് ഉണ്ടാകണം എന്ന്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ 2 ജോബിൻ്റെ ഓഫർ വന്നു. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് എങ്കിൽ 60% നിങ്ങൾക്ക് ഏതിലാണോ വിശ്വാസം ആ ജോബ് ഓഫർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഏത് സ്ഥിതിയിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. പുറമേ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് തോന്നുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു വാതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി തുറന്നിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടെ പോയാൽ മാത്രം നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഏത് അവസരമാണോ ചൂസ് ചെയ്യാൻ പറയുന്ന ആ ഒരു അവസരം നിങ്ങൾ ചൂസ് ചെയ്യുക. ചില ആൾക്കാർക്ക് മുന്നേ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈ ഒരു സ്ഥിതിയിൽ നിന്ന് എനിക്ക് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കത്തില്ല, ഇതിൽ ഞാൻ അകപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന്. ഒരിക്കലുമല്ല. ദൈവം ഉള്ളിടത്തോളം നിങ്ങൾക്ക് ഒരു സ്ഥിതിയിലും കുറേ കാലം സ്റ്റക്കായിട്ടിരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇവിടെ കരിയർ മാത്രം ഉണ്ടാക്കണമെന്നല്ല നിങ്ങളുടെ ആ ഒരു തോട്ട്. ഇനിയും കുറേ തോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാത്തിലും ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലെ രാജാവ്, കിങ് നിങ്ങളാകണം. എല്ലാ കൺട്രോളും നിങ്ങളുടെ മേൽ വരണമെന്നാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ക്യാഷാണ്. കരിയറിൽ സക്സസ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പല റെസ്പോൺസിബിലിറ്റിയും പേടി കൂടാതെ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരാളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ രാജാവിനെ പോലൊരു ജീവിതം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 6ൻ്റെ ആ ഒരു നമ്പറിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 6 അല്ലെങ്കിൽ 8 ദിവസത്തിനുള്ളിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സന്തോഷ വാർത്ത, എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ്, ഒരു കോള് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ വർക്ക് പ്ലേസിൽ എല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് സംഭവിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു വൃദ്ധി ഉണ്ടാവുക, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവിടെ ഒരു അധികാരി നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ജോലി സ്ഥലത്ത് അധികാരി ആവണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ ആ അധികാരി ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ കരിയറിൽ പല ഇതും നിങ്ങൾക്ക് ഫേവറായിട്ട് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്ത് കാര്യമാണ് എന്ന് നോക്കാം നമുക്ക്. കാരണം നിങ്ങൾ അത്രമാത്രം വിഷമിക്കുന്നു ആ ഒരു കാര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്ന്. ഇവിടെ ഒരു വാശി, ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണം, അങ്ങനൊരു വാശിയോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് എൻ്റെ ശാന്തി എനിക്കിതിൽ നിന്നേ ലഭിക്കത്തുള്ളൂ, എൻ്റെ സന്തോഷം ഇതിൽ നിന്നാണ്, അങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ സ്വയം ഈശോയിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഈശ്വരനെ എനിക്കിതിലൊരു മാറ്റം വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം ആഗ്രഹിക്കുകയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ. എന്ത് ട്രാൻസ്ഫോർമേഷനാണോ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അതായത് എൻ്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹിക്കുന്ന സാധനം തന്നെ എനിക്ക് ലഭിക്കണം, അല്ലാതെ വേറൊന്നും ലഭിച്ചിട്ട് കാര്യമില്ല. അങ്ങനൊരു വാശിയോട് കൂടിയുള്ള സ്വഭാവം നിങ്ങൾക്ക് ഇവിടെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ മാനസികമായിട്ടൊരു ശാന്തി വേണം. ആ ഒരു ശാന്തി കണക്റ്റായിട്ടിരിക്കുന്നത് ഈ ഒരു വിഷിലാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വയം സ്ട്രെങ്ത് നിങ്ങൾ കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിൽ ദുഃഖം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നമ്മുടെ കോൺഫിഡൻസ് ആദ്യം ഒന്ന് ലോയിലോട്ട് പോകും, പക്ഷെ പിന്നെ നമ്മൾ കോൺഫിഡൻസ് കൂട്ടും. കാരണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഈ സ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളവരായി മാറും നിങ്ങൾ സ്വയം ഫീലാകും നിങ്ങളുടെ സാഹസം കൂടുന്നതായിട്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി നിങ്ങൾക്ക് ഫേവറായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട്, എന്തും ചെയ്യാനും നിങ്ങൾക്കൊരു പേടിയുമില്ല, വളരെ സാഹസികരായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ. അതായത് മുന്നേ ഇതുവരെയും ഇല്ലാത്ത ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അങ്ങനെയൊക്കെ, മക്കൾ, അമ്മ, അച്ഛൻ, മക്കൾ, അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. ഇവിടെ എന്തായാലും ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എനിക്കിതിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ള വാശി. ചില സമയം നിങ്ങൾ ഈ രീതിയിലുള്ള പ്ലാനിങ് ചെയ്യും. അതായത് എനിക്ക് ആ ഒരു കാര്യം സ്വന്തമാക്കുക തന്നെ വേണം, ആ രീതിയിലുള്ള പ്ലാനിങ് നിങ്ങൾ ചെയ്യും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും, ആ കാര്യം സ്വന്തമാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു വാശി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വാശി കാണിച്ചാണ് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ സ്വന്തമാക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ആ ഒരു വാശി, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമാക്കാൻ സഹായിക്കുന്നത്. ഇവിടെ കരിയർ റിലേറ്റഡ് ആയാലും പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടായാലും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം,
അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിലായിരിക്കും അത് ലഭിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് ഒരു ജോലി ലഭിക്കുമോ? ഇനി എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എൻ്റെ പേഴ്സണൽ ലൈഫിൽ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് സഡനായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കുന്നത്. ജോബില്ലാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സഡനായിട്ടൊരു അവസരം നിങ്ങളെ തേടി വരിക, പേഴ്സണൽ ലൈഫിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക. അങ്ങനെ നിങ്ങളെ എപ്പോഴും മിറാക്കിളായിട്ട് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത്. എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ആ ഒരു ചിന്ത അവസാനിപ്പിക്കുന്നത്, അതായത് ഇല്ല എൻ്റെ ലൈഫിൽ ഇനി ഒന്നും നല്ലത് സംഭവിക്കത്തില്ല, എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ദൈവം എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു പിടിവള്ളി ഇട്ട് തരുന്നത്. ഇവിടെ എല്ലാവരുടെയും ലൈഫിൽ പെട്ടെന്ന് സന്തോഷം എല്ലാം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ താമസിച്ചാണ് നിങ്ങൾക്ക് സന്തോഷമെല്ലാം ലഭിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് പതുക്കെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മറ്റുള്ള ലൈഫ് സ്പീഡായിട്ട് സ്റ്റാർട്ടായി, നിങ്ങളുടേത് വളരെ താമസിച്ചാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇവിടെ മുന്നേ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് സംഘർഷങ്ങളും വിഷമങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ സംഘർഷങ്ങളുടെ ആ ഒരു പാറ്റേൺ അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഓഫർ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷന് വേണ്ടി പല കാര്യങ്ങളും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സെലിബ്രേഷൻ ഉണ്ടാവാൻ വേണ്ടി പല സാഹചര്യങ്ങളും ക്രിയേറ്റ് ആകും. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ വഴി തന്നെ ഇതാണ്. ഈ വഴി കടന്ന് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ആ ഒരു എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്ന. പൂത്തുലഞ്ഞ് കായ്ക്കളൊക്കെ വന്ന് നിൽക്കുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള വൃക്ഷങ്ങളുടെ ആ ഒരു എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതവും അതേപോലെ ആവാൻ പോകുകയാണ്. ഇവിടെ ഇങ്ങനെയും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇമേജ് ത്രൂവോ നിങ്ങളുടെ സ്വപ്നത്തിലോ കാണാൻ സാധിക്കും. മൊബൈലിൽ വീഡിയോ ത്രൂവോ ഇമേജ് ത്രൂവോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ക്യാഷുകൾ നിറഞ്ഞ ഒരു വൃക്ഷം, ആ ഒരു വൃക്ഷത്തിൽ നിന്ന് ക്യാഷ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു ഇമേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്നതായിരിക്കാം. ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷം അല്ലെങ്കിൽ മാങ്ങകളൊക്കെ കാച്ച് നിൽക്കുന്ന വൃക്ഷം അല്ലെങ്കിൽ ചക്കകൾ കാച്ച് നിൽക്കുന്ന വൃക്ഷം, അതൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊരു ഡിഫറൻ്റ് അല്ലേ? അതായത് പൈസകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷം, അതിൽ നിന്ന് പൈസ ഇങ്ങനെ തറ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി വരാൻ പോവുകയാണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്തോ പഴയ ഒരു വേദനയെ മറക്കാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വരാൻ പോകുന്ന 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലായിക്കൊള്ളട്ടെ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ക്യാഷ് റിലേറ്റഡായിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ബന്ധങ്ങൾ റിലേറ്റഡായിട്ടും നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തി. അപ്പോൾ ആ ഒരു കാര്യം ത്തിൽ നിന്ന് നിങ്ങൾ പതുക്കെ പുറത്തു വന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, പഴയ ആ ഒരു സ്ഥിതി ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കാര്യം മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ടവർ മൂവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈശ്വരൻ പറയുന്നത് അത് നിങ്ങൾ മറന്നേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആ ഒരു ടവർ മൂവ്മെൻറ്റ് മറന്നേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളും നടക്കും. കാരണം നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ്, സാഹസികത, ഇതെല്ലാം കിട്ടുന്നത് ടവർ മൂവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ലോസ് ആണോ അതോ പ്രോഫിറ്റ് ആണോ കൂടുതലായിട്ട് ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പറയും ലോസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായത് എന്ന്. പക്ഷേ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ലോസ് കണ്ടു. പക്ഷേ ആ ഒരു ലോസിലെല്ലാം ഒരു റിക്കവറിയും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
ഇവിടെ ദൈവം നിങ്ങളിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയില്ല. നിങ്ങൾക്ക് തരാനുള്ളത് തരേണ്ട സമയത്ത് ദൈവം തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും ഇങ്ങനെയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടത്തില്ല. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണോ അതിനെ ആലോചിച്ച് വിഷമിക്കും. അതുകൊണ്ട് ഈശ്വരൻ പറയുന്നത് പോയത് പോയി. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നോക്കൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് ആവശ്യമില്ലാതെ നഷ്ടപ്പെട്ടത് ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ. ഇനി മുന്നേ ഉള്ള സ്ഥിതിയിൽ നിന്ന് വിപരീതമായിട്ടുള്ള സ്ഥിതിയിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. അതായത് മുന്നേ ദുഃഖമായിരുന്നെങ്കിൽ ഇനി സുഖമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രീ പ്ലാനിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള പ്രീ പ്ലാനിങ് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് പ്ലാനിങ് ആയാലും നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതായത് ഈ രീതിയിൽ ഞാൻ എൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ എനിക്ക് അതിൽ നിന്ന് സക്സസ് ലഭിക്കുന്നതാണ്. അങ്ങനെ എന്തോ ഒരു പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് രീതിയിലാണോ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ എന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ എന്ത് കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിലും എന്ത് പ്ലാനിങ് ആണോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു പേടി നിങ്ങൾ വയ്ക്കാൻ പാടില്ല. ദൈവം ഇങ്ങനെ ചെയ്താൽ എന്താവും, അങ്ങനെ ഒരു പേടി, ആദ്യം ആ പേടി മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് കളയുക. എന്നിട്ട് ഒരു ആക്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾ ഏത് വഴിയിൽ കൂടെയാണോ പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വഴിയിൽ നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള സപ്പോർട്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പരമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. സമയാസമയം ഈശ്വരൻ്റെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പെയിനാണോ സഹിച്ചത് അത് സഹിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് അത്രയും വിഷമങ്ങൾ നിങ്ങൾ സഹിച്ചത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഇതുവരെയും എനിക്ക് ആ ഒരു സന്തോഷം ലഭിച്ചിട്ടില്ല എന്ന്, നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. പലപ്പോഴും ഞാൻ റീഡിങ് ചെയ്യുമ്പോൾ കമൻറ്റിൽ പറയുന്നത് ചില ആൾക്കാർ പറയുന്നു ഇതിൽ പറയുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ചില ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്നു, അതായത് ഇതിൽ പറയുന്നത് പോലെ നടക്കുന്നു എന്ന്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ എന്ത് സന്തോഷത്തിന് വേണ്ടിയാണോ പരിപൂർണമായിട്ട് റെഡിയാവുന്നത് ആ സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി പരിപൂർണമായിട്ട് റെഡി ആവാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് എത്തത്തില്ല. അതുകൊണ്ട് എന്ത് സന്തോഷം ലൈഫിൽ ഉണ്ടാകണമോ അതിനു വേണ്ടി റെഡി ആവുക നിങ്ങൾ. അതെ, എനിക്ക് ആ ഒരു സന്തോഷം കിട്ടിക്കഴിഞ്ഞു, ആ ഒരു സന്തോഷം എൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു, എനിക്ക് ആ ഒരു സന്തോഷം ലഭിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. അങ്ങനെ നിരവധി പ്രാവശ്യം നിങ്ങൾ പറയാൻ തുടങ്ങുക. ഉറപ്പായിട്ടും ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സപ്പോർട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഹൃദയവും നിങ്ങളുടെ ആ ഒരു മനസ്സും പൂർണ്ണമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം ഇപ്പോൾ നിങ്ങളുടെ ഫേവറായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിപ്രഷൻ്റെ ആ ഒരു വക്കിലാണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്ത് വരുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി എന്തൊക്കെയാണോ വേണ്ടത് ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഉൾഭയം നിങ്ങളിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ. കൂടുതലും ലൈറ്റ് കളർ വസ്ത്രം നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക, ഡാർക്ക് കളർ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ അമിതമായിട്ടുള്ള ചിന്ത ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് നെഗറ്റീവ് സംഭവിക്കുമോ എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബ്ലൂ ഓർ ബ്ലാക്ക് കളർ അവോയ്ഡ് ചെയ്യുക പൂർണ്ണമായിട്ടും. എന്നിട്ട് ലൈറ്റ് കളർ വസ്ത്രം ധാരാളം ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കുറേ ദിവസം ആയിട്ട് എങ്കിൽ റെഡ് കളർ വസ്ത്രം ധരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക.
ഇവിടെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഭയങ്കരമായിട്ട് വരുന്നു നിങ്ങളുടെ മനസ്സിൽ. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. നെഗറ്റീവ് ചിന്ത വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങളെ തയ്യാറാക്കുക നിങ്ങൾ. പിന്നെ ഗുഡ് ന്യൂസ് കിട്ടാൻ വേണ്ടി തയ്യാറായിക്കോളൂ. നിങ്ങൾ വരാൻ പോകുന്ന സമയം എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 5 ദിവസം തൊട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ ആ ഒരു ടാർഗറ്റിൽ എത്താൻ വേണ്ടി നിങ്ങൾ കാൽവയ്പ് നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട്, എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.